ഹലോ, നമ്മളിപ്പോൾ താറാവിൻ്റെയും കോഴിൻ്റെയും കൂട് ക്ലീൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ വീട്ടിൽ 53 താറാവുകളും അത്ര എണ്ണം കോഴികളും ഉണ്ട്. ഉമ്മാക്കാണെങ്കിൽ താറാവാളെയും കോഴിയാളെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും താറാവാളും കോഴിയാളും കിടന്ന് മറിഞ്ഞ് അവരെ കാഷ്ടവും ഒക്കെ കൂടി ആയിട്ട് കൂടെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് നമ്മൾ പോണ യാത്ര. അപ്പോൾ പണി തുടങ്ങിയിട്ടാ. ഇത് നമ്മളടുത്തുള്ളൊരു മരമില്ലാണ്. ഇവിടുന്ന് ഈ കാണുന്ന മരത്തിൻ്റെ പൊടികളില്ലേ, ഇതിന് എന്താ പറയുക, ഈർച്ചപ്പൊടി എന്നാ പറയുക. ഇത് വാരിക്കൊണ്ടുപോകാനാണ് നമ്മൾ വന്നിരുന്നത്. റീഫും ദസ്നിയും നല്ലോണം കഷ്ടപ്പെട്ട് വാരി കുറേ ഈർച്ചപ്പൊടികൾ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് സ്കൂട്ടാവാം. നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയും ചാക്കുകളിൽ നമ്മൾ ഈർച്ചപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ചാക്കിൽ നമ്മൾ നിറച്ച് ഈ കാണുന്ന ചാക്കിലൊക്കെ നമ്മൾ ഈർച്ചപ്പൊടി ആക്കി കൊണ്ടുവന്ന് ഇനിയാണ് നമ്മളെ പണി തുടങ്ങല്ലേ. ആർ യു റെഡി? ഇപ്പം നമുക്ക് ഇത് ആ തൊടുക്ക് കയറ്റുമതി ചെയ്യാം. ഫസ്റ്റിന് ക്ലീൻ വളവന്നൂർ തന്നെ കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യോ, ഞാനും കൂടി പോണേ. എന്തോ ഒരു പഠിച്ചോന്റെ ഹയർ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. അടുത്ത് നമുക്ക് ആരെ കൊടുക്കാം? ഈ കൊച്ചുകുട്ടീനെ കൊടുക്കാം. തായിഫ് മാൾ. ഇനി ബാക്കി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, ഇറക്കുമതി ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴത്തൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മളെ താറാവും കൂടെ അതാ കാണുന്നു. നമുക്ക് അതിലിട്ടാൻ പോകണം ഈർച്ചപ്പൊടി. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ഈർച്ചപ്പൊടി. നമ്മൾ ഇതിൽ കൊടുക്കും. ഇതിൽ താറാവിനും കോഴിക്കൊക്കെ മുട്ടയിടാണ് കുറച്ചും കൂടി ഉണ്ടാക്കുന്നതൊക്കെ ഇതൊക്കെ വാങ്ങിക്കും. നമ്മൾ കൂടെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം അവരിത് മാത്രമാകുമ്പോൾ കട്ട പിടിച്ച് നിൽക്കും. കൂടെ നമ്മൾ വാരുമ്പോൾ അടിയത്തപ്പം മരമാണെങ്കിൽ മരം ഇതുമ്പോൾ പോരും. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അടർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് കൂടി ഇട്ട് കൊടുക്കും. ക്ലീൻ ചെയ്യാനും സുഖവും അത്ര പെട്ടെന്ന് തന്നെ അഴുക്കാവില്ല. പിന്നെ കോഴിമുട്ടയും ചളിയാവില്ല. നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള കോഴിമുട്ട, അതിൻ്റെ താറാമുട്ട നമുക്ക് കിട്ടും. ചാക്ക് ഇതിൽ കൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പരത്താണ് ചെയ്യുന്നത്. ഈ മല പരത്തി ഇടണം, എന്നാലാണ് നമുക്ക് നമ്മളെ താറാവുകൾക്കുള്ള സുഖകരമായ മെത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വയറ് നിറഞ്ഞുകൊണ്ടാണ് ഓടി കളിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഈ ക്ഷീണം മാറ്റാൻ ഈർച്ചപ്പൊടി കൊണ്ടുവന്നപ്പോൾ ബിസ്ക്കറ്റും ബണ്ണൊക്കെ വാങ്ങിയിരുന്നു. അതും കൂട്ടി ചായ കുടിക്കട്ടെ കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.